10 മണിക്കൂർ ഉണർന്ന് നടക്കുന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ നേരം മുഴുവനായിട്ടും അള്ളാഹുവിന്റെ ചിന്തയിൽ കഴിയാൻ 1 മണിക്കൂർ സ്വലാഹിലും നന്മയിലുമായി കിട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞത് വലിയൊരു മഹാനാണ് അബുസ്സിവാറുൽ അജവി റളിയല്ലാഹു അൻഹു. അബൂ ഔഫ് എന്നവർ പറഞ്ഞു, അത്രയൊക്കെ എനിക്കും പറയാൻ കഴിയും. 24 മണിക്കൂറും നമ്മളെ കൊണ്ടൊന്നും പറ്റിക്കൊള്ളണമെന്നില്ല, എന്നാൽ 10 എന്ന് പറഞ്ഞപ്പോ ഈ സംഭവത്തെ മഹാനായ നജ്മുദ്ദീനുൽ അസ്സി റഹ്മത്തുള്ളാഹി അലൈഹി അബൂസിവാറുൽ അദവിയുടെ ഈ ഒരു ഇബാറത്ത് എടുത്തിട്ട് പറയാണ്, 10 നന്നായാൽ മതിയായിരുന്നു എന്ന് വലിയൊരു മഹാന് പറയുമ്പോഴേ അതിലൊരു സൂചനയുണ്ട്. ഒരു 10 നന്നായാൽ ബാക്കിയുള്ള 9 നന്നാവാൻ അത് മതിയാവും. പക്ഷെ അത് നന്നാവണമെന്ന് മാത്രം. ആ 10 നന്നായാൽ ആ ഒരു ഉശ്റു കൊണ്ട് ബാക്കിയുള്ള 9, 10 കൊണ്ട് 10 മറ്റു 9 ഭാഗങ്ങളും അള്ളാഹു നന്നാക്കി തരും. ചെറിയ ഒരു നന്മ അള്ളാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ശരിയാവാൻ അത് മതിയാവുമെന്ന ഒരു ഇഷാറ അതിലുണ്ട്. ഇന്നൽ ഖസ്ലത സ്വാലിഹ തകൂനു ഫിർ റജുലി ഫയുസ്ലിഹു അല്ലാഹു ബിഹാ അമലഹ. ഒരു നന്മ ഒരു മനുഷ്യന്റെ കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് അള്ളാഹു അവരുടെ മറ്റു അമലുകളെ നന്നാക്കി തരുമെന്നാണ്. നമ്മൾ ഈ മജ്ലിസിലേക്ക് വന്നത് ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുട്ടികളിലും നമ്മുടെ മക്കളിലും വീട്ടിലും ജോലിയിലും കച്ചവടത്തിലും നമ്മുടെ മക്കളുടെ വിഷയങ്ങളിലും ഒക്കെ അള്ളാഹു ഖൈറ് തരാൻ ഈ ഒരു ഖൈറ് മതിയാവും എന്നാണ് അതിന്റെ അർത്ഥമെന്ന് മഹാനായ നജ്മുദ്ദീനുൽ അസ്സി റഹ്മത്തുള്ളാഹി തആല അലൈഹി. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.